അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് വലിയൊരു അനുഗ്രഹങ്ങളാണ്, തൗഫീഖാണ് ചെയ്തു തന്നത്. കാരണം പരിശുദ്ധമായ ഉംറ നിർവഹിച്ചു. നമ്മുടെ എല്ലാമായ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്തിൽ വന്ന്, അതായത് മദീന മുനവ്വറയിലാണ് നാം താമസിക്കുന്നത്. അൽഹംദുലില്ലാ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും ചെല്ലുന്നതിന് ശേഷം നമ്മളവിടെ റൗളയിൽ നിസ്കരിക്കുന്നവർ നിസ്കരിക്കുകയും ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ അതിനുള്ള സമയത്ത് നിസ്കരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും സലാം പറഞ്ഞ് ജന്നത്തിൽ ബഖീയിൽ പോയി സലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ഇനി പോയി നമ്മൾക്ക് എന്താക്കാം, ഒന്നിച്ച് സിയാറത്ത് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധമായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സാന്നിധ്യമാണ്, ചാരത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആ കാണുന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, അതായത് ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം. അവിടെ ചുറ്റിക്കെട്ടിട്ടുണ്ടല്ലോ വെറുതായ ആ വേലി പോലെ കാണുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ശുഹദാക്കളുള്ളത്. അതായത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജാസിർ റളിയല്ലാഹു അൻഹു, പിന്നെ അതുപോലെയുള്ള ഒരുപാട് സ്വഹാബാക്കൾ അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നമ്മുടെ ആദ്യം നടന്ന യുദ്ധമാണല്ലോ ബദ്ർ യുദ്ധം. ആ ബദ്ർ യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് ഫുള്ളായിട്ട് 100% എന്തായി വിജയമുണ്ടായി. ഒരുപാട് ശത്രുക്ക് നേതാക്കന്മാർ ആ പിന്നെ ബദ്രിൽ വെച്ചെന്തായി മുസ്ലിമുകൾ കൊല്ലുകയും അതിൻ്റെ പകരമായി അവരുടെ ആ ബേജാറ് തീർക്കാൻ വേണ്ടി ശത്രുക്കൾ എന്തായി വീണ്ടും ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്കും സഹാബാക്കൾ വിവരം കൊടുത്തു, ഞങ്ങൾ യുദ്ധം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ യുദ്ധം നടന്ന ജാഗയാണ് ഈ ഉഹുദ് യുദ്ധം. ഈ സ്ഥലം ഇവിടെ പിടിച്ചാണ് ആദ്യം യുദ്ധം നടക്കുകയും ആ സമയത്ത് യുദ്ധത്തിനെല്ലാം ഒരുങ്ങുകയും ശത്രുക്കൾ മറുഭാഗത്തും മുസ്ലിമീങ്ങൾ ഈ ഭാഗത്തു നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങളും സഹാബാക്കളും കുറേ ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടെയും അതിൽ കുറഞ്ഞ ആൾക്കാരെ, കുറഞ്ഞ സ്വഹാബാക്കളെ നമ്മളെ കാണുന്ന നമ്മുടെ ബേക്കറി കാണുന്ന ആൾക്കാർ നിന്നിട്ടുണ്ടല്ലോ, ആ മലന്റെ കുന്നിന്റെ മുകളിൽ നിർത്തി പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വിളിക്കാതെ തായോട്ട് ഇറങ്ങാൻ പാടില്ല. കേൾക്കുന്നില്ലേ? ആ ബീര് നിങ്ങൾ ഒരു വശാലും മീത്തൊന്നും എന്താക്കാൻ പാടില്ല, തായെ ഇറങ്ങാൻ പാടില്ല. കാരണം ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിർത്തുന്ന എന്താണ്, അതിന്റെ ചുറ്റുഭാഗത്ത് ശത്രുക്കൾ ഇങ്ങനെ ഒളിച്ചിട്ടുണ്ട്. അപ്പൊ മേൽഭാഗത്ത് വന്ന് താഴെ നടക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ അവിടെ നിന്നാ അമ്പുയരും, മറ്റെല്ലാം അപ്പുറത്തുണ്ടാവും, ആക്രമിക്കും. അതുകൊണ്ട് ചുറ്റുഭാഗത്ത് ശത്രുക്കൾ വരുന്നതിനെ നിങ്ങൾ എന്താക്കണം, അവിടെ നിന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറഞ്ഞ സഹാബാക്കൾ അവിടെ എന്തായി നിർത്തി തായും യുദ്ധം ആരംഭിച്ചു. യുദ്ധം നടക്കുകയാണ്, ഘോരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ഫുള്ളായിട്ട് വിജയമുണ്ടായി, നല്ല വിജയമുണ്ടായി. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ ശത്രുക്കളുടെ വനീമത്ത് സത്തുകളുണ്ട്, ശത്രുക്കളെല്ലാം ഓടി, ബാക്കിയുള്ളവരെ ചത്ത് വീണ് അങ്ങനെയൊക്കെയുള്ളവർക്കുള്ള സ്വത്തുകളെല്ലാം മുസ്ലിമീങ്ങൾ ഓതി വെക്കുന്ന സമയത്ത് മീതനിപ്പിച്ചതായിരിക്കുന്ന ആ സഹാബാക്കൾ വിചാരിച്ചു, ഇനി ഏതായാലും ഇവിടെ നിൽക്കേണ്ടതില്ല, യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി തായോട്ട് ഇറങ്ങാൻ വിചാരിച്ചെന്തായി കുറഞ്ഞ സഹാബാക്കൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മോട് പറഞ്ഞെന്താണ്, ഒരു കാരണവശാലും നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല, ഞങ്ങൾ വിളിച്ചാൽ വന്നാൽ മതി. അപ്പൊ കുറഞ്ഞാൾ പറഞ്ഞു, ഏതായാലും യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. കുറച്ച് അഭിപ്രായം വരുന്നുണ്ടല്ലോ, ആ അഭിപ്രായത്തിലാണ് ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായത്. അങ്ങനെ കുറഞ്ഞ സഹാബാക്കൾ താഴെ ഇറങ്ങുകയും ബാക്കിയുള്ളവർ അവിടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ശത്രുക്കൾ എന്താ ഇവിടുന്ന് ഓടിയിട്ട് 4 ഭാഗത്ത് ഒളിച്ചു നിന്ന് ഈ മുകളിൽ നിൽക്കുന്ന കുറഞ്ഞ സഹാബാക്കൾ അവർ നോക്കി നിന്നു. അങ്ങനെ അതിന്റെ ബാക്കിൽ കൂടി അവർ കയറി ആ കുറഞ്ഞ സഹാബാക്കൾ എന്താ അവരവിടെ കൊല്ലുകയും ചെയ്തു. അവരെന്തായി ഷഹീദായി. അങ്ങനെ അവസാനം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, താൻ മുഹമ്മദിനെ ഞങ്ങൾ കൊന്നു. വിളിച്ചു പറയുമ്പോൾ താഴെ കൂടി സഹാബാക്കളെല്ലാം അന്തരിഞ്ഞു പോയി. തങ്ങൾ എന്തായി കൊന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇതായി. കാരണം ആ നിലക്കുള്ള യുദ്ധം നടന്നു. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാക്കി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷർഫാക്കപ്പെട്ട മുമ്പല്ല് പൊട്ടിയത് ഈ യുദ്ധത്തിലാണ്. അവർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇതിന്റെ ബാക്കിൽ കൂടി ഒരു സ്ഥലമുണ്ട്, ഒരു പാറയുണ്ട്. അവിടെയാണ് സ്വഹാബാക്കൾ എന്തായി നബി സല്ലല്ലാഹു തങ്ങളെ അവിടെ ഇരുത്തി, നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇരുന്ന. അങ്ങനെ പോകുന്ന സമയത്ത് കൂടിയ പാറ ഇങ്ങനെ പൊളന്ന് റസൂലുള്ളാഹി തങ്ങൾ അതിന് ഉള്ളിലേക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യമാക്കി കൊടുത്തു ഈ പാറന്റെ. അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങൾ അവിടെ നിർത്തുകയും വീണ്ടും എന്തായി, ഇവിടെ ശത്രുക്കളുടെ കൊന്നിട്ടപ്പോൾ വീണ്ടും രണ്ടാമതൊരു യുദ്ധം തുടങ്ങേണ്ടി വന്നു. ആ യുദ്ധത്തിൽ എന്തായി,
പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദ ഹംസ റളിയല്ലാഹു അൻഹു ഘോരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പെട്ടെന്നെന്തായി വീഴാൻ കാരണമുണ്ട്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വരുന്ന സമയത്ത് തലേ ദിവസം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്നെ ഷഹീദായി നീ മരിപ്പിക്കണം എന്നൊരു ദുആയിരുന്നു. ആ ദുആ അള്ളാഹു തആല കബൂൽ ചെയ്തു. ആ പ്രതിഫലം ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്ന സമയത്ത് കുറെ ആള് കൊതിക്കുകയും അവസാനം വീണപ്പോൾ ശത്രുക്കൾ കാത്തുനിന്നു. ഒരുപാട് കാലമായി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വീണപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ മുകളിൽ എറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു എന്തായി അവർ ഒതുക്കുകയും ചെയ്തു. അവരെന്തായി ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വേറെ വേറെ ആരെ മുറിച്ചെടുത്തു. അവർ മുറിച്ച് അവസാനം ആ കൊടൽ അവിടെ നിന്ന് കരള് പോലും എന്തായി ഹംസ റളിയല്ലാഹു അൻഹു കരള് വലിച്ചെടുത്തു. ആ വലിച്ചെടുത്ത് ഹിന്ദ് എന്ന പെണ്ണ് അവളാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ പെണ്ണെന്തായി അതിനെ വായിലിട്ട് ചയച്ചു. നേരത്തെ കൊന്നതിന്റെ ആ കടുപ്പം സഹിക്കാൻ കഴിയാണ്ട് ചായച്ചുകയും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തല മുറിച്ചെടുക്കുകയും അതും ഒരു തൂണിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംഭവം നടന്ന പിന്നെ ഒരു യുദ്ധമാണ് ഏത് യുദ്ധം? ഉഹുദ് യുദ്ധം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അവസാനം എല്ലാം ഇവിടെ യുദ്ധം കഴിഞ്ഞു. മുസ്ലിം മഖസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഷഹീദായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശത്രുക്കൾ പോയി റസൂലുള്ളാഹി തങ്ങൾ കൂട്ടരും വന്ന് ആരെല്ലാം ഷഹീദായിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ കുറെ സഹാബാക്കൾ കണ്ടു. അവസാനം ഒരു സഹാബിയെ എന്താകുന്നില്ല, ഗുരുത്തം കിട്ടുന്നില്ല. കാരണം അവയവങ്ങളെല്ലാം മുറിച്ച് വേറെയായിട്ടുണ്ട്. ആര് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ സ്വന്തം എളാപ്പയാണ് ഹംസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു തങ്ങൾ ശരിക്കും നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ കാലിൽ എന്തോ ഒരു അടയാളം നേരത്തെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്. ആ കാലിന്റെ അടയാളം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് എന്റെ എളാപ്പയുടെ മയ്യത്താണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ബഹുമാനപ്പെട്ട ഹംസ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അന്ന് ബേജാറായത്ര, അന്ന് ദുഃഖം വന്നത്ര, അന്ന് കരഞ്ഞത്ര ഒരിക്കലും റസൂലുള്ളാഹി കരഞ്ഞിട്ടില്ല. സ്വന്തം എളാപ്പിയായ ഹംസ റളിയല്ലാഹുവിന്റെ ആ മയ്യത്തിനെ നോക്കി പൊട്ടിക്കരഞ്ഞുകയുണ്ട്. നബി സല്ലല്ലാഹു തങ്ങൾ എല്ലാവർക്കും സമാധാനായി അവിടുന്ന് പിന്നെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ യുദ്ധം നടന്ന സ്ഥലമാണ് ഈ ഉഹുദ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെല്ലാവരും നീ നന്നാക്കണം റബ്ബേ. ഇവിടുത്തെ ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുത്തു തരണം റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണം അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണം റഹ്മാനെ. എല്ലാ കുടുക്കും